നമ്മൾ എന്തിനാണ് ഗോൾസ് സെറ്റ് ചെയ്യുന്നത്? ഇതെന്തൊരു ചോദ്യമാണല്ലേ. നമുക്ക് എന്തെങ്കിലും ലക്ഷ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് നേടിയെടുക്കാനായിട്ട് നമ്മൾ ഗോൾസ് സെറ്റ് ചെയ്യും, അതിനുവേണ്ടി പ്രവർത്തിക്കും, അത് നേടിയെടുക്കും. അത് ശരി തന്നെയാണ്. പക്ഷേ അതിനേക്കാൾ വലിയ ലക്ഷ്യങ്ങളും ഉദ്ദേശ്യങ്ങളും ലക്ഷ്യങ്ങൾക്കില്ലേ? കുറച്ചൊരു കൺഫ്യൂസിംഗ് ആയിട്ടുള്ള തോട്ടാണോ? ഗോൾസിന് വേറെ ഗോൾസോ? നമ്മൾ ഗോൾസ് അച്ചീവ് ചെയ്യുന്ന ആ ഒരു യാത്രയിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. നമ്മുടെ ലക്ഷ്യങ്ങൾക്കപ്പുറം നമ്മൾ വേറെ പലതും നേടുന്നുണ്ട്. നമ്മൾ വേറെ ഒരാളായി തന്നെ മാറുന്നുണ്ട്. ജിം റോൺ എന്ന ഫേമസ് മോട്ടിവേഷണൽ സ്പീക്കറിന്റെ ഒരു കോട്ടാണ്, ബിക്കം എ മില്യനെയർ നോട്ട് ഫോർ ദ $1,000,000 ബട്ട് ഫോർ വാട്ട് ഇറ്റ് വിൽ മേക്ക് ഓഫ് യു ടു അച്ചീവ് ഇറ്റ്. നിങ്ങളൊരു മില്യനെയർ ആവേണ്ടത് $1,000,000 സമ്പാദിക്കാൻ വേണ്ടിയിട്ടല്ല, ആ സമ്പാദിക്കാനുള്ള യാത്രയിൽ നിങ്ങൾ ആരായി മാറും എന്നുള്ളതിന് വേണ്ടിയാണ്. ആക്ച്വലി ഗോൾസ് സെറ്റ് ചെയ്യുമ്പോൾ ആ ഗോൾസ് അച്ചീവ് ചെയ്യാനുള്ള ആ ശ്രമത്തിനിടയിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ? നമ്മൾ എങ്ങനെ നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യണമെന്ന് പഠിക്കുന്നുണ്ട്. നമുക്ക് ചെയ്യാൻ തോന്നാത്തപ്പോഴും എങ്ങനെ സ്വയം പുഷ് ചെയ്യണമെന്ന് പഠിക്കുന്നുണ്ട്. നമ്മുടെ സമയം, എനർജി ഒക്കെ എങ്ങനെ നന്നായി മാനേജ് ചെയ്യണമെന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. നമ്മൾ ഒരുപാട് പുതിയ നോളജും സ്കിൽസും ഒക്കെ നേടുന്നുണ്ട്. നമ്മൾ മറ്റുള്ളവരുമായിട്ട് എങ്ങനെ ഡീൽ ചെയ്യണം എന്ന് പഠിക്കുന്നുണ്ട്. എങ്ങനെ നമ്മുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യണമെന്ന് പഠിക്കുന്നുണ്ട്. എങ്ങനെ കൂടുതൽ സെൽഫ് ഡിസിപ്ലിൻഡ് ആവണമെന്ന് പഠിക്കുന്നുണ്ട്. എങ്ങനെ ലേസർ ഫോക്കസ് ക്രിയേറ്റ് ചെയ്യണമെന്ന് പഠിക്കുന്നുണ്ട്. എങ്ങനെ സ്വയം അക്കൗണ്ടബിൾ ആവണമെന്ന് പഠിക്കുന്നുണ്ട്. കാര്യങ്ങൾ എങ്ങനെ പ്ലാൻ ചെയ്യണമെന്നും അതെങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യണമെന്നും നമ്മൾ പഠിക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് എന്താണ് ചെയ്യേണ്ടത്, നെക്സ്റ്റ് എങ്ങോട്ടാണ് പോവേണ്ടത്, ഇതൊക്കെ നമ്മൾ ഗോൾസ് അച്ചീവ് ചെയ്യാനുള്ള ആ ഒരു യാത്രക്കിടയിൽ മനസ്സിലാക്കുന്നുണ്ട്. സോ ആ ഒരു ലക്ഷ്യം നേടുന്നതിന്റെ അപ്പുറമായിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നേടുന്നുണ്ട്. ആസ് എ പേഴ്സൺ നമ്മൾ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു തോട്ട് എനിക്ക് വന്നത്, ലക്ഷ്യങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യം എന്താണ്, അല്ലെങ്കിൽ ലക്ഷ്യങ്ങളുടെ യഥാർത്ഥ ആക്ച്വൽ ഉദ്ദേശ്യം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചത് ഇപ്പൊ ഞാൻ റീസെന്റ് വായിക്കുന്ന ബുക്കിലെ ഒരു കൺസെപ്റ്റ് വായിച്ചപ്പോഴാണ്. ആ ബുക്കിന്റെ പേര് Success-Cybernetics എന്നാണ്. പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ഓഫ് ഹ്യൂമൻ സൈബർനെറ്റിക്സ് ബൈ US ആൻഡേഴ്സൺ എന്നാണ് ഈ ബുക്കിന്റെ ഓഥറിന്റെ പേര്. ഈ ബുക്ക് ഞാൻ ലൈബ്രറിയിൽ നിന്ന് എടുത്ത ഒരു ബുക്കാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇതിൽ കുറേ ആരൊക്കെയോ അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, സ്റ്റാർ ഇട്ട് വെച്ചിട്ടുണ്ട്, അങ്ങനെ കുറേ മാർക്കുകൾ ഇതിൽ വന്നിട്ടുണ്ട്. നല്ലൊരു ബുക്കാണ്. ആക്ച്വലി ഞാനിപ്പോൾ നെറ്റിൽ നോക്കിയപ്പോൾ ഇത് 1966 എന്തോ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ബുക്കാണ്. എന്നിട്ടും കൂടി ന്യൂറോ സയൻസിന്റെയൊക്കെ ഒരുപാട് ഡീപ്പായിട്ടുള്ള കൺസെപ്റ്റ്സ് വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾസ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഒക്കെ ഇങ്ങനെ ഹൗ ടു വെച്ചിട്ടാണ് അധികം ടോപ്പിക്സും പറഞ്ഞിട്ടുള്ളത്. ഹൗ ടു ഗെറ്റ് ആസ് high as a rocket, how to power your self concept, how to come in out of the rain. ഇങ്ങനെ കുറേ കാര്യങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു ബുക്കാണ്. നല്ലൊരു ബുക്കാണ്, എനിക്കിഷ്ടമായി. സോ ഇതിൽ ഞാൻ ഈ പറഞ്ഞ ഗോൾസിനെ കുറിച്ച് പറഞ്ഞ ഈ കാര്യം പറയുന്ന സെക്ഷൻ ഞാനൊന്ന് വായിക്കാം. 2 സെക്ഷൻസ് ആയിട്ടാണ്. ഹൗ ടു ഡ്രിൽ ആൻ ഓയിൽ വെൽ ടു ലേൺ മോർ അബൌട്ട് ഇറ്റ്. എങ്ങനെ ഒരു എണ്ണക്കിണർ കുഴിക്കാം, അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് എന്നുള്ളതാണ് ഈ ഒരു സെക്ഷന്റെ ഹെഡിങ്. എവ്രി ഗ്രേറ്റ് അക്കംപ്ലിഷ്മെന്റ്, എവ്രി ഇൻവെൻഷൻ, എവ്രി ഡിസ്കവറി ആൻഡ് അഡ്വാൻസ് ഓഫ് മാൻകൈൻഡ് ഹാസ് ബീൻ മെയ്ഡ് ബിക്കോസ് സംബഡി സ്റ്റാർട്ടഡ് ഔട്ട് ടു ഡു ഇറ്റ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. ആരോ ഒരാൾ അത് ചെയ്യാൻ തുടങ്ങിയത് കൊണ്ടാണ് ഏതൊരു കണ്ടുപിടുത്തമായാലും ഏതൊരു അക്കംപ്ലിഷ്മെന്റ് ആയാലും ഒക്കെ സാധ്യമായത്. They can't even build a rocket, take even the first step in designing its success mechanism unless they know what they want that rocket to do. ഒരു റോക്കറ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ അത് എന്തിനു വേണ്ടിയാന്നുള്ളത് അറിഞ്ഞില്ലെങ്കിൽ നമുക്കത് ഡിസൈൻ ചെയ്യാനായിട്ട് സാധിക്കില്ല. യു കാൺട്ട് ബിൽഡ് എ ഹൗസ് അൺലെസ് യു നോ വാട്ട് ഇറ്റ് ഇസ് ഫോർ. നിങ്ങൾക്ക് ഒരു വീട് എന്തിനാണെന്ന് അറിയില്ലെങ്കിൽ അത് പണിയാനായിട്ട് സാധിക്കില്ല. ആൻഡ് യു കാൺട്ട് ടേക്ക് കൺട്രോൾ ഓഫ് യുവർ ഓൺ ഡെസ്റ്റിനി, മോൾഡ് യുവർ സെൽഫ് ഇൻ ടു എനിത്തിങ് അറ്റ് ഓൾ അൺലെസ് യു നോ വാട്ട് യു വാണ്ട് ടു ബി, വേർ യു വാണ്ട് ടു ഗോ. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, എങ്ങോട്ടാണ് പോവേണ്ടത് എന്നറിയില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ തന്നെ കൺട്രോൾ ചെയ്യാനും സാധിക്കില്ല. ഗോൾ സെറ്റിംഗ്, ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഓൺ ദ ജേർണി ഓഫ് അച്ചീവ്മെന്റ്. അതിലത്തെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഗോൾ സെറ്റിംഗ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഐ റിമെമ്പർ, ഇനി ഒരു ഓയിൽ ഡ്രിൽ അദ്ദേഹം കുഴിച്ച ഒരു എക്സ്പീരിയൻസ് ആണ്, ഞാൻ പെട്ടെന്ന് വായിക്കാം. ഐ റിമെമ്പർ കമ്മിങ് ബാക്ക് ടു പോട്ടേഴ്സ് മോഡൽ, എ സ്ലാറ്റ് സൈഡഡ് പെയിന്റ് പീലിംഗ് വേസൈഡ് സ്റ്റോപ്പ് ഇൻ കൊമാൻചെ, ഒക്ലഹോമ at 4 a.m. in the dark morning, dog tired, dirty, disappointed because I had just drilled a dry hole on the rolling farmlands west of town, and this old oil driller I am with, a guy whose rig had spent 3 days and nights streaming out water and mud, but no oil, not a drop, not a smell. A guy with carved in cheeks and a mouth like a blade, who usually only opened it to say yup and no, came into my motel room and we had a drink together and I cried in mine while he watched.
സോ ഇദ്ദേഹം വളരെ നേരത്തെ രാവിലെ 4 മണിക്ക് പോയിട്ട് എണ്ണ കിട്ടാനായിട്ട് കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അദ്ദേഹം തന്നെ പറയുന്നു വാട്ടർ ആൻഡ് മഡ്, വെറും വെള്ളവും ചെളിയും മാത്രമാണ് കിട്ടിയത്. ഒരു പ്രായമായിട്ടുള്ള ഒരു വ്യക്തിയുണ്ട് അദ്ദേഹത്തിന്റെ കൂടെ. സോ അദ്ദേഹം ഒട്ടും എണ്ണ ഒരു തുള്ളി പോലും കണ്ടുപിടിക്കാനാവാതെ വളരെ സങ്കടപ്പെട്ട് വിഷമിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഹോട്ടൽ റൂമിൽ വന്നിട്ട്. വാസ് ഐ ഫീലിംഗ് സോറി ഫോർ മൈസെൽഫ്? ഐ ഹാഡ് പുട്ട് ഇൻ മൈ ടൈം, മൈ എഫേർട്ട്, മൈ മണി ആൻഡ് നൗ ദിസ്. ഞാൻ എൻ്റെ സമയവും പണവും എഫേർട്ടും ഒക്കെ സ്പെൻഡ് ചെയ്തിട്ടും ഇതാണ് അവസ്ഥ. ഓൾ ഗോൺ, എല്ലാം പോയി. ഓൾ ലോസ്റ്റ്, എല്ലാം നഷ്ടപ്പെട്ടു. ഫെയ്റ്റ് ഹാഡ് സിംഗിൾഡ് മീ ഔട്ട് ഓഫ് ഓൾ ദ ഹ്യൂമൻ ബീയിങ്സ് ഓൺ എർത്ത് as the one guy to have his fingers stepped on. എന്നെ മാത്രം വിധി ഒറ്റപ്പെടുത്തി. ആൻഡ് ഐ ഡിഡ്ന്റ് ലൈക്ക് ഇറ്റ്. എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. ഇറ്റ് ഹേർട്ട്, അത് വേദനിപ്പിക്കുന്നുണ്ട്. ഡീപ്പ് ഇൻ മൈ ലിറ്റിൽ കൊക്കൂൺ ഓഫ് സെൽഫ് പിറ്റി, പുവർ ലിറ്റിൽ ഓൾഡ് മീ. പാവം ഞാൻ. ദെൻ ദിസ് ഗൈ, ഒരു വ്യക്തി, ഓൾഡ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് നേരത്തെ. ഇവിടെ പറയുന്ന പോലെ എ ഗൈ വിത്ത് കേവ്ഡ് ഇൻ ചീക്സ് ആൻഡ് എ മൗത്ത് ലൈക്ക് എ ബ്ലേഡ്. ആകെ യപ്പെന്നും നോപ്പെന്നും പറയാൻ വേണ്ടി മാത്രം വായ തുറന്ന ഒരാള്. ദെൻ ദിസ് ഗൈ ഹു മസ്റ്റ് ഹാവ് ഹാഡ് സെവറൽ ഡ്രിങ്ക്സ് ബൈ ദെൻ, ദിസ് ഓൾഡ് ഗൈ ഹു ഹാഡ് നെവർ ഫിനിഷ്ഡ് ഗ്രേഡ് സ്കൂൾ ആൻഡ് ഹൂസ് ഹാൻഡ്സ് were as hard and thick as rocks, put his drink down on the table and asked me a question. Why did you drill that well? ആ മനുഷ്യനെ കുറിച്ച് പറയാണ്. സ്കൂള് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. കൈകളാണെങ്കിൽ ഭയങ്കര തിക്കാണ്, പാറ പോലെ തിക്കായിട്ടുള്ള കൈയായിട്ടുള്ള ഒരു മനുഷ്യൻ. ആള് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് ഇട്ടത്, ഡ്രിൽ ചെയ്തത്? ഐ തോട്ട് ഹി വാസ് ക്രേസി. അപ്പോൾ ഈ US ആൻഡേഴ്സൺ പറയാണ്, എനിക്ക് തോന്നിയ ആൾക്ക് വട്ടാന്ന്. ടു ഫൈൻഡ് ഓയിൽ ഐ സ്ക്രീംഡ്. ഞാൻ ഓളിയിട്ട് പറഞ്ഞു, എന്തിനാ പിന്നെ? എണ്ണ കിട്ടാൻ വേണ്ടിയിട്ട്. ഹി സെഡ്, ഐ ഗസ് ദാറ്റ്സ് വൈ യു ആർ ഡിസപ്പോയിന്റഡ്. എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്ര നിരാശയുള്ളത്. ഐ തോട്ട് യു ഡ്രിൽഡ് ഇറ്റ് ടു സീ ഇഫ് ഓയിൽ വാസ് ദർ. ഞാൻ വിചാരിച്ചത് നിങ്ങളത് കുഴിച്ചത് അവിടെ എണ്ണയുണ്ടോ എന്ന് നോക്കാനായിട്ടായിരുന്നെന്നാ. ആൻഡ് ഐ തോട്ട് യു ഡ്രിൽഡ് ഇറ്റ് ടു ലേൺ മോർ അബൌട്ട് ഇറ്റ്. ഞാൻ വിചാരിച്ചത് നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഡ്രിൽ ചെയ്തതെന്നല്ലേ ഞാൻ വിചാരിച്ചത്. സോ യു കുഡ് മേ ബി ഫൈൻഡ് ഇറ്റ് ദ നെക്സ്റ്റ് ടൈം. അങ്ങനെ ആവുമ്പോൾ നിങ്ങൾക്കത് അടുത്ത പ്രാവശ്യം കണ്ടുപിടിക്കാൻ സാധിക്കുമായിരിക്കും. ആൻഡേഴ്സൺ പറയാണ്, ഞാൻ ഇത്ര കഷ്ടപ്പെട്ടത് ചെയ്തത് ഓയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ പ്രായമായിട്ടുള്ള സ്കൂളിംഗ് പോലും കംപ്ലീറ്റ് ചെയ്യാത്ത ആ മനുഷ്യൻ പറയാണ്, അത് ശരി, ഞാൻ വിചാരിച്ചത് നിങ്ങൾ അവിടെ ഓയിൽ ഉണ്ടോന്ന് നോക്കാൻ വേണ്ടി ചെയ്തതാന്നാ, നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനായിട്ട് ചെയ്തതാന്നാ. അങ്ങനെയാണെങ്കിലാണല്ലോ നിങ്ങൾക്ക് അടുത്ത തവണ ഓയിൽ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കാനുള്ള സാധ്യതയുള്ളത്. അപ്പൊ അടുത്ത പേജിൽ ഇങ്ങനെയാണ്, ഹൗ ടു ഡ്രിൽ 7 dry holes in only 3 years. എങ്ങനെ 7 കുഴികൾ കുഴിക്കാം വെറും 3 കൊല്ലം കൊണ്ട്. ഐ കുഡിന്റ് ഗെറ്റ് ഇറ്റ് ഔട്ട് ഓഫ് മൈ മൈൻഡ്. അതെന്റെ മനസ്സിൽ നിന്ന് പോയില്ല. ഇറ്റ് വെന്റ് റൗണ്ട് ആൻഡ് റൗണ്ട് ഇൻ മൈ ഹെഡ് ദാറ്റ് നൈറ്റ് ഇൻ മൈ ഡ്രീംസ്. എന്റെ സ്വപ്നത്തിലൊക്കെ അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്നു. എന്ന് പറഞ്ഞാൽ അതേ കാര്യം അദ്ദേഹം ചിന്തിച്ചുകൊണ്ടിരുന്നു. ഷുവർ ഐ ഹാഡ് ഡ്രിൽ ദാറ്റ് വെൽ ടു ഫൈൻഡ് ഓയിൽ. ഞാൻ എണ്ണ കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് അത് കുഴിച്ചത്. ദാറ്റ് ഹാഡ് ബീൻ മൈ ഗോൾ. അതായിരുന്നു എന്റെ ലക്ഷ്യം. ബട്ട് വാസ് ഇൻ ദർ എ ബിഗ്ഗർ ഗോൾ ആഫ്റ്റർ ഓൾ? അതിനേക്കാളും വലിയൊരു ലക്ഷ്യമില്ലേ? ദ ഗ്രോത്ത് ഓഫ് മൈ ഓൺ എബിലിറ്റി ആൻഡ് സ്കിൽ. എന്റെ തന്നെ കഴിവുകളും സ്കില്ലും ഗ്രോ ചെയ്യുക എന്നുള്ള ഒരു വലിയ ഗോൾ ഉണ്ടായിരുന്നില്ലേ? ദാറ്റ്സ് വാട്ട് ഇവൻച്വലി കുഡ് ഫൈൻഡ് ദ ഓയിൽ. അങ്ങനെയാണെങ്കിലല്ലേ എനിക്ക് ഓയിൽ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഇഫ് ഐ ഹാഡ് ദ ഗട്ട്സ് ആൻഡ് ദ പെർസിവറൻസ് ആൻഡ് ദ ഡിസിപ്ലിൻ ടു ഇംപ്രൂവ് മൈ നോളജ് ആൻഡ് സ്കിൽസ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ്. നമ്മൾ ആ ഒരു ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ നമുക്കതിന് വേണ്ട പെർസിവറൻസ് ഉണ്ടെങ്കിൽ, ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ, എന്തിനെ നോളജും സ്കിൽസും ആറ്റിറ്റ്യൂഡും ഒക്കെ ഇംപ്രൂവ് ചെയ്യാനായിട്ട്, അതുണ്ടെങ്കിലല്ലേ എനിക്ക് ആ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കുമായിരുന്നുള്ളൂ. ആൻഡ് 3 years and 7 dry holes later, when oil gushed up out of the casing and covered the floor of a rig in the eastern hills of Kentucky. പിന്നീട് അദ്ദേഹം 7 തവണ കുഴിച്ചപ്പോഴും ഒരുപാട് ഓയിൽ അദ്ദേഹത്തിന് കിട്ടിയെന്നാണ് പറയുന്നത്. ആൻഡ് ഐ സ്ലിപ്ഡ് ഇൻ ഇറ്റ് ആൻഡ് ബെല്ലോഡ് വിത്ത് ഗ്ലീ ആൻഡ് സ്ലാപ്ഡ് ദ ടൂൾ pusher on the back. ഞാൻ അത്രയധികം സന്തോഷിച്ചു. I remembered that night in Comanche, Oklahoma, when an old driller had set me on the path to building a success mechanism that could get the job done. ആ ഒരു പ്രായമായിട്ടുള്ള ഡ്രില്ലർ എന്നെ ആ ഒരു പാഠം പഠിപ്പിച്ചു. ഇനിയാണ് ആ ഒരു പാരഗ്രാഫ് പറയുന്നത്, ഗോൾസ് ആർ ഫോർ ഗ്രോയിങ്. എത്ര നല്ലൊരു സെന്റൻസ് ആണ് അല്ലേ? ഗോൾസ് എന്തിനുള്ളതാണ്? നമ്മളെ വളർത്താനുള്ളതാണ്, നമ്മളെ ഗ്രോ ചെയ്യിക്കാനുള്ളതാണ്. നോ ഗ്രോത്ത് ഈസ് പോസിബിൾ വിത്തൗട്ട് ഗോൾസ്. ലക്ഷ്യങ്ങളില്ലാതെ വളർച്ച സാധ്യമല്ല. മില്യൺസ് ഓഫ് people walk blindfolded through life, groping in the dark, moving this way and that, never more than a few feet, because they don't know where they are going. ഒരുപാട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നുണ്ട്, വെറുതെ ഇരുട്ടത്ത് നടക്കുന്നുണ്ട്. പക്ഷേ കുറച്ചടി മാത്രമേ അവർ മുന്നോട്ട് പോകുന്നുള്ളൂ. കാരണം they don't know where they are going. എവിടേക്കാണ് പോകുന്നത് എന്ന് അവർക്ക് അറിയില്ല. They are waiting for an inspiration, a bright star in the sky, a voice from the beyond, for the wind to change. അവര് എന്തിനോ വേണ്ടി കാത്തിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാ? ഇൻസ്പിറേഷന് വേണ്ടി, ആകാശത്ത് തെളിയുന്ന ഒരു നക്ഷത്രത്തിന് വേണ്ടി, ഒരു
ഒരു ശബ്ദത്തിന് വേണ്ടി ഒക്കെ അവര് കാത്തിരിക്കുകയാണ്. ആൻഡ് ദേ നെവർ ഗ്രോ ബിക്കോസ് ദേ ഹാവ് നോ ഡയറക്ഷൻ. അവരൊരിക്കലും വളരാനായിട്ട് പോകുന്നില്ല, കാരണം അവർക്ക് ഡയറക്ഷൻ ഇല്ല. ഗോൾസ് ആർ നോട്ട് ജസ്റ്റ് ഫോർ അച്ചീവിങ്. ലക്ഷ്യങ്ങള് നമുക്കത് നേടിയെടുക്കാൻ വേണ്ടി മാത്രമല്ല, ദേ ആർ സൈൻ പോസ്റ്റ്സ് ടു ഗൈഡ് us ടു ഡെവലപ്മെന്റ് ഓഫ് അവർ പൊട്ടൻഷ്യൽ. അത് സൈൻ പോസ്റ്റുകളാണെന്നാണ് പറയുന്നത്. എന്തിനു വേണ്ടി? നമ്മുടെ പൊട്ടൻഷ്യൽ ഡെവലപ്പ് ചെയ്യാനായിട്ട്. എന്ന് പറഞ്ഞാൽ ആസ് എ പേഴ്സൺ നമുക്ക് ഗ്രോ ചെയ്യാനായിട്ട്. നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ട്. ദേ ആർ സൈൻ പോസ്റ്റ് ടു ഗൈഡ് us ടു ഡെവലപ്മെന്റ് ഓഫ് ദാറ്റ് പേഴ്സൺ വി ought ടു ബി, വിച്ച് വി ought ടു ബി ബിക്കോസ് വി ക്യാൻ ബി. നമുക്ക് ആയിത്തീരാൻ കഴിയുന്ന ആ ഒരു വ്യക്തിയായി മാറാനായിട്ടുള്ള സൈൻ പോസ്റ്റുകളാണ് ഗോൾസ് എന്നാണ് പറയുന്നത്. എത്ര നല്ലൊരു സെന്റൻസാ, ഗോൾസ് ആർ നോട്ട് ജസ്റ്റ് ഫോർ അച്ചീവിങ് എന്നുള്ളത്. പിന്നെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇവിടെ പറയുന്നു, ഗോൾസ് ആർ സൈൻ പോസ്റ്റ്സ് വെൻ യു ടേക്ക് യുവർ സാറ്റിസ്ഫാക്ഷൻ from your own personal growth. You have arrived at that position of unshakable inner peace and perseverance that no obstacle or detour can ഡിസ്റ്റർബ്. നമ്മൾ സാധാരണ ലക്ഷ്യങ്ങളെ കുറിച്ച് വിചാരിക്കുന്നത് അത് അച്ചീവ് ചെയ്യാനുള്ള കാര്യമായിട്ടാണ്. പക്ഷെ അതിനും അപ്പുറം ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കാനും നമ്മളെ ആസ് എ പേഴ്സൺ ഗ്രോ ചെയ്യിക്കാനും വലിയ അതിനേക്കാൾ അപ്പുറമുള്ള ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനും നമ്മളെ സഹായിക്കുന്ന സൈൻ പോസ്റ്റുകളാണ് ഗോൾസ് എന്നാണ് US ആൻഡേഴ്സൺ അദ്ദേഹത്തിന്റെ Success-Cybernetics എന്ന ഈ ബുക്കിൽ പറഞ്ഞിട്ടുള്ളത്. സോ ഇത് വായിച്ചപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു തോട്ടായിട്ട് എനിക്ക് തോന്നി. സാധാരണ ഗോൾസിനെ കുറിച്ച് പറയുന്നതിൽ നിന്നും കുറച്ച് വ്യത്യാസമായിട്ട് വാട്ട് ഇസ് ദ റിയൽ പേർപ്പസ് ഓഫ് എ ഗോൾ, ലക്ഷ്യങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യം എന്താണ്, അല്ലെങ്കിൽ ലക്ഷ്യങ്ങളുടെ യഥാർത്ഥ ഉദ്ദേശം എന്താണ് എന്ന് നമ്മളോട് പറയുന്ന ഒരു കാര്യമായിട്ട് തോന്നി. സോ നിങ്ങളുമായിട്ട് ഇതൊന്ന് ഷെയർ ചെയ്തു എന്ന് മാത്രം. ഇതിൽ ഒരുപാട് കൺസെപ്റ്റ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ചില കാര്യങ്ങൾ പറ്റുകയാണെങ്കിൽ വേറെ വീഡിയോസ് ആയിട്ട് ചെയ്യാം. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ഇത്തരം വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. വേറെ വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം.